സുജാതൻ ഈ രേവണ്ണ ബി ജെ പിക്ക് ആ രേവണ്ണ കുടുംബം ബി ജെ പി എങ്ങനെ ബാധിക്കുന്നുള്ളത് ഈ വോട്ടെടുപ്പ് കഴിയുമ്പോൾ വലിയ ചർച്ചയാണ്. ഈ ബി ജെ പി കൈയൊഴിഞ്ഞാൽ ജനതാദൾ നടുക്കടലിലാവുമോ എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ബി ജെ പിക്കാർ തന്നെ ഈ എം എൽ എമാരുടെ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ അതിൽ ജി ടി ദേവഗൗഡ, വേറൊരു ദേവഗൗഡ, എം എൽ എ തുടങ്ങിയ കുറേ സംഘങ്ങൾ ഇവരെ പുറത്താക്കണം, നമുക്കിനി സഖ്യമായിട്ട് നടക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അറസ്റ്റിന് ശേഷം ആകെ വഷളാണ് സിറ്റുവേഷൻ, സഖ്യം പുനഃപരിശോധിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ ഉണ്ട്. കുറേ പേര് ചിലപ്പോൾ കോൺഗ്രസ്സിൽ ദള്ളിലെ കുറേ ആളുകൾ എം എൽ എമാരൊക്കെ കോൺഗ്രസ്സിലേക്ക് പോകും എന്ന് വ്യവസായ മന്ത്രി എം ടി പാട്ടീൽ അവകാശപ്പെട്ടിരുന്നു. ഡി കെ ശിവകുമാർ അതുടനെ തള്ളുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ ഓപ്പറേഷനാണെന്ന് തോന്നും എന്ന് തോന്നിയിട്ടോ മറ്റോ ആയിരിക്കും. പക്ഷേ ഈ സുജാതന് എന്താണ് തോന്നുന്നത്, അത് നിലനിൽക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഗ്രാൻഡ് ഓൾഡ് മാൻ ദേവഗൗഡ, മുൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കഥ കഴിയുകയാണ് കർണാടകത്തിൽ. അത് കർണാടകത്തിലെ രണ്ടാമത്തെ ഫേസിലെ വോട്ടെടുപ്പായിരുന്നു ഇന്ന്. അതെ, ഇന്ന് നടന്ന 14 അതിൽ മറ്റേ ദള്ളില്ല, ബി ജെ പിയുടെ സീറ്റുകളാണ്. അല്ല, ദള്ളിൻ്റെ സീറ്റും ഉണ്ട്, ദള്ള് സഖ്യമുള്ള ഒരു സീറ്റുണ്ട്, ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇന്നത്തത് കൂടി കഴിഞ്ഞപ്പോൾ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞു. അതെ, റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി ഈ സഖ്യം പുനഃപരിശോധിക്കാനിടയുണ്ട്. കാരണം ദൾ ഏതായാലും പിളരുകയാണ്. മാത്രമല്ല അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് 6 സീറ്റിലേക്ക്. അതിന് മുമ്പ് തന്നെ നടക്കുമോ എന്നുള്ളത് അതെ, അതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ഇത് ബി ജെ പിക്ക് ഒരു നഷ്ടക്കച്ചവടമായി പോയി കർണാടകത്തിലെ ഈ പരീക്ഷണം. തുടക്കത്തിലല്ലോ വലിയ ആവേശത്തോടെ വന്ന ഒരു ഐക്യമായിരുന്നു. അതെ, അല്ല, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 6 സീറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് അത് ഇതോടൊപ്പം വരാൻ പോകുന്നുണ്ട്. അതിനു മുമ്പ് ചിലപ്പോൾ സഖ്യം വേണ്ട എന്ന് വെക്കേണ്ടി വരും. ചിലപ്പോൾ ബി ജെ പി നിയമസഭാ കക്ഷിയിലെ അശോക് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ സഖ്യം. അശോക് ആർ എന്ന് പറഞ്ഞ ആള്. അല്ല, ബി ജെ പി നേതൃത്വം, കർണാടകത്തിലെ ബി ജെ പി നേതൃത്വം ഇതൊരു നഷ്ടക്കച്ചവടമായി കാണാനാണ് സാധ്യത. കാരണം ഒന്നാം ഫേസിലെ 14 സീറ്റിലെ ഇലക്ഷൻ കഴിഞ്ഞാണ് ഈ പ്രജ്വൽ രേവണ്ണയുടെ രഹസ്യങ്ങളെല്ലാം പുറത്തു വന്നത്. വോട്ടെടുപ്പിന് മുമ്പ് 3 ദിവസം മുമ്പേ പെൻഡ്രൈവുകളൊക്കെ പലയിടത്തും കൊണ്ടുവച്ചിരുന്നു കോൺഗ്രസ്സുകാർ. എങ്കിലും ഇതൊരു പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു വിവാദമായി കത്തി കയറിയതും അയാൾ ഫസ്റ്റ് ഫേസിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ ജർമ്മനിയിലേക്ക് പോയതും അത് തുടർന്ന് അയാളുടെ പിതാവ് ഇപ്പോൾ കസ്റ്റഡിയിലായി. അപ്പോൾ ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ബാംഗ്ലൂരിൽ നീക്കവും തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ വിവാദമായി നിൽക്കെ ധാർമ്മിക അടിത്തറയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ബി ജെ പിക്ക് ഈ ദേവഗൗഡയുടെ ജനതാദളുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഭാവിയിൽ, അതൊരു വലിയ ബാധ്യതയായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കർണാടകത്തിലെ ഈ സഖ്യം തുടരണോ വേണ്ടയോ എന്ന് ബി ജെ പി നേതൃത്വം പര്യാലോചിക്കും. അത് ഇന്നത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് സീരിയസ് ആകും. മാത്രമല്ല ദേവഗൗഡ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നു എന്ന് കോൺഗ്രസ്സുകാരെ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും അതിനകത്ത് കുറേ പേര് ബി ജെ പിയിലേക്കും പോകുമല്ലോ. അത് പിളരുകയാണെങ്കിൽ ഒരു വിഭാഗം ബി ജെ പിയിലും ഒരു വിഭാഗം കോൺഗ്രസ്സിലും, അവിടുത്തെ ഭരണകക്ഷി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയും സംഭവിക്കാം. ഈ കുമാരസ്വാമിയിലൂടെ ഇതിപ്പോൾ തുടരാൻ ശ്രമിച്ച ജനതാദളിൻ്റെ ഭാവി കർണാടകത്തിൽ ഇതോടെ അസ്തമിക്കുക. അതായത് എനിക്ക് ആ ജനതാദളിൻ്റെ മൊത്തം എങ്ങനെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ രേവണ്ണ ശാഖയുണ്ടല്ലോ കുടുംബത്തിൻ്റെ, ആ ശാഖയെപ്പറ്റി കുമാരസ്വാമി ശാഖയ്ക്ക് വലിയ അഭിപ്രായം ഇല്ല. അത് നേരത്തെ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ സ്ഥാനാർത്ഥിയായപ്പോഴാണ് രേവണ്ണ കുടുംബത്തിൽ നിന്ന് ഇയാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ട് വാശി. മാത്രമല്ല ഈ രേവണ്ണയുടെ ഭാര്യ ഭവാനിക്ക് തന്നെയും സ്ഥാനാർത്ഥിയാകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശാഖ വലിയ ശല്യമായിരുന്നു കുമാരസ്വാമി ശാഖയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കുമാരസ്വാമിക്കും ചിലപ്പോൾ
ഈ സംഭവ വികാസങ്ങളിൽ ആഹ്ലാദം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പാർട്ടി കുമാരസ്വാമിയുടെ കയ്യിലേക്ക് വരും എന്ന് കുമാരസ്വാമി കരുതുന്നുണ്ടാകാം. അത് അവരുടെ കുടുംബത്തിനകത്തെ ഒരു അന്തഃഛിദ്ര പ്രശ്നമാണ്. നമ്മൾ അല്ല, സത്യത്തിൽ ഈ രാഷ്ട്രീയ കുടുംബങ്ങൾക്കല്ല ഈ പ്രശ്നമുണ്ട്. അത് സോണിയാഗാന്ധിയുടെ കുടുംബം മുതൽ കർണാടകത്തിലെ അല്ല, നമ്മുടെ ആ രാജശേഖർ റെഡ്ഡിയുടെ കുടുംബത്തിൽ നോക്കൂ, ശർമിളയും ജഗനും വിരുദ്ധ ചേരിയിലാണ്. അതെ അതെ. അപ്പോൾ കർണാടകത്തിലെ കാര്യം പറഞ്ഞാൽ ജനതാദൾ എസിൻ്റെ ഭാവി ഈ അനിശ്ചിതത്വത്തിലാവും. ഇപ്പോൾ ഇനി കർണാടകത്തിൽ പെട്ടെന്ന് വരാൻ പോകുന്നത് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ഇലക്ഷനാണ്. അത് വളരെ നിസ്സാരമാണ്, 6 സീറ്റിലോ മറ്റോ ഉള്ളൂ. അതേസമയത്ത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, ദേശീയ തെരഞ്ഞെടുപ്പ് ഇന്നോടെ അവിടെ അവസാനിച്ചുവല്ലോ. 28 സീറ്റിലെയും ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ജൂൺ 4 ശേഷം BJP ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തും. അത് വേണ്ടി വരും. പിന്നെ ദേവഗൗഡ പാർട്ടിക്ക് കേരളത്തിൽ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു, ഒരു മാത്യു ടി തോമസ്. അവർ LDFൻ്റെ കൂടെ പോവുകയാണ്. ഈ സഖ്യം വന്നപ്പോൾ ഇവരും ഒരു അങ്കലാപ്പിലായി. അതെ അതെ. അപ്പോൾ CPM അവർ എന്താണ് അവരിനി അടുത്ത നീക്കം? കർണാടകത്തിൽ നിങ്ങളുടെ പാർട്ടി BJP ആയിട്ട് പോകുന്നു, നമ്മളിവിടെ BJP വിമർശിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടി വരുമല്ലോ എന്നവരോട് പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് നമുക്ക് അതേപ്പറ്റി ലഭിച്ച ഒരു സൂചന, CPM നേതൃത്വം ഈ കേരളത്തിലെ ജനതാദൾ എസിനോടും NCPയോടും ഒക്കെ ലയിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപ്പറ്റി അവർ ആലോചിക്കുന്നത് എനിക്ക് ചിരി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ പല ചർച്ചകളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഈ സംഗ്മയുടെ മകൻ കോൺറാഡ് സംഗ്മ കേരളത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റിലോ മറ്റോ വന്നിരുന്നു. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ NDAക്ക് 2 MLAമാരുണ്ടാകാൻ സാധ്യതയുണ്ട്, CPMൽ നിന്നല്ല വേറെ പാർട്ടികളിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലയിപ്പിച്ച് കഴിഞ്ഞാൽ സാധ്യത തടയാൻ കഴിയും. അതായിരിക്കും എൻ്റെ ലക്ഷ്യം. ഏതായാലും ഈ ചെറിയ പാർട്ടികളുടെ പ്രസക്തി വലിയ അവരുടെ മുന്നണിയിലെ വലിയ പാർട്ടികൾ ഉറ്റുനോക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും സംശയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ BJPക്ക് കർണാടകത്തിലെ ജനതാദൾ എസിനെ വേഗമായിട്ട് മുന്നോട്ട് പോകുന്നത് അവർക്ക് ദോഷകരമായി ഭവിക്കും. പക്ഷേ ആ സഖ്യം ഈ BJP സാധാരണഗതിയിൽ ചെയ്യുന്നത് സഖ്യം കൊണ്ട് ഈ ഓരോ സംസ്ഥാനത്തും വേരാഴ്ത്താൻ വേണ്ടിയിട്ടാണല്ലോ. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പ്രയോജനമില്ല. മോദിക്ക് മുമ്പും അവിടെ ധാരാളം MP മാരും വോട്ട് ശതമാനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2009 തന്നെയൊക്കെ കിട്ടിയിട്ടുണ്ട്. തെക്കേന്ത്യയിലേക്കുള്ള ഒരു വാതിൽ ആയിട്ടാണ് കർണാടകയെ BJP കാണുന്നത്. അപ്പോൾ ഈ തീരപ്രദേശങ്ങളിലൊക്കെ വേരാഴ്ത്തിയിട്ടുണ്ട് അവിടെ. പിന്നെ ഈ സഖ്യം കൊണ്ട് ഗുണമുണ്ടാകാനല്ലേ സാധ്യത ഇനി ഈ സഖ്യം വേണ്ടാന്ന് വെച്ചാലും. കാരണം ഒക്കലുക സമുദായത്തിന് ഇപ്പം BJP ആയിട്ട് നല്ല പരിചയമായല്ലോ. അതിൽ നിന്ന് വേറെ കുറേ ആളുകൾ എടുക്കണം എന്നല്ലേ ഉള്ളൂ. അല്ലേ, സഖ്യം കൊണ്ട് BJPക്ക് ഉണ്ടാകുന്ന ഗുണം, ഈ പാർട്ടി തകരുകയാണെങ്കിൽ അതിലെ അണിവൃന്ദം പാർട്ടിയിലേക്ക് വരും. അതെ, കുറേ നേതാക്കളെ എടുക്കാം. അല്ലേ, BJPയോട് തീരെ ഇഷ്ടമില്ല എന്ന് തോന്നുന്നവർക്ക് കോൺഗ്രസ്സിലും പോകാൻ അവിടെ ഒരു ഓപ്ഷനുണ്ട്. അതെ, ആ സ്റ്റേറ്റിൽ. അപ്പോൾ ഏതായാലും സിമ്പിൾ ഫാർമറുടെ പാർട്ടിക്ക് ഈ രാഷ്ട്രീയ കൃഷി അധികം തുടരാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിൽ എനിക്ക് വേറൊരു സംശയമുള്ളത്, BJPക്ക് തന്നെ ഇതിലൊരു റോളില്ലേ എന്ന് സംശയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ദേവരാജ ഗൗഡ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ഇതിലൊരു അഡ്വക്കേറ്റ്. ഈ ഡ്രൈവറാണല്ലോ ഈ പെൻ ഡ്രൈവിൻ്റെയൊക്കെ ഒരു ഉടമസ്ഥൻ, ഉണ്ടാക്കിയെടുത്ത ആളും. ആ ഡ്രൈവറുടെ അഡ്വക്കേറ്റാണ് ദേവരാജ ഗൗഡ. ഈ ദേവരാജ ഗൗഡ 1 കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം. ഈ കോടതിയിൽ കേസൊക്കെ വന്നല്ലോ, ഇയാൾ അയോഗ്യനാക്കുന്ന കേസുമൊക്കെ വന്നു. അപ്പോൾ ആ ഡ്രൈവറുടെ 1 കൊല്ലം മുമ്പത്തെ കേസിലുമൊക്കെ ഡ്രൈവറുടെ അഡ്വക്കേറ്റായിരുന്ന ഈ ദേവരാജ ഗൗഡ BJP നേതാവാണ് അവിടുത്തെ പ്രാദേശികമായിട്ട്. അങ്ങേര് പറഞ്ഞിരുന്നത്, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ രേവണ്ണ ശാഖ കുത്തിയേറ്റ് പോയി കഴിഞ്ഞാൽ കുമാരസ്വാമി ഫാക്ഷൻ ഉണ്ടല്ലോ, അതിന് BJPയിൽ ലയിക്കാം വേണ്ടി വന്നാൽ. കാരണം കുമാരസ്വാമി മത്സരിക്കുന്നത് ജയസാധ്യതയുള്ള ഒരു സീറ്റിലാണ്. കാരണം അവർക്ക് ഈ പഴയ മൈസൂര് ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ സ്വാധീനമുള്ളത്, ഹസാൻ ഏരിയ. അതെ അതെ, ദക്ഷിണ കർണാടകയിലാണ് ദേവഗൗഡയുടെ ഒരു ഫുട് പ്രിൻ്റ് അവിടെയാണുള്ളത്.
പക്ഷേ കുമാരസ്വാമി പാർലമെൻറ്റ് അംഗമായി ഡൽഹിയിലെത്തിയാൽ ബി ജെ പി ലയിച്ചാൽ അയാൾക്ക് മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണം കൂടെ മാത്രമല്ല നിഖിലിന് സീറ്റും കൊടുക്കാം തീർച്ചയായിട്ടും. അപ്പോൾ ജനതാദൾ എന്ന നോമൻക്ലേച്ചർ പോയാലും ഈ കഥാപാത്രങ്ങളൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കും. അതെ, അതാണ് കർണാടക രാഷ്ട്രീയത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ പോകുന്ന. മാത്രമല്ല ഈ യെദ്യൂരപ്പയുടെ ഒരു കുടുംബാധിപത്യം ഉണ്ടല്ലോ, 2 മക്കളും ഒക്കെ ഇപ്പോൾ BJP. അതെ അതെ, ഒരാൾ സ്ഥാനാർത്ഥി, പിന്നെ വേറൊരാളെ പിന്നെയും ചുമക്കേണ്ടി വന്നു. അപ്പോൾ BJPയുടെ സ്റ്റേറ്റ് കുറച്ചൊക്കെ യെദ്യൂരപ്പയെ കൈകാര്യം ചെയ്യാനും ഒക്കെ കുമാരസ്വാമിയുടെ വരവ് ഉപകരിക്കുമായിരിക്കും. അങ്ങനെ സംഭവിക്കും തോന്നുന്നുണ്ടോ? അല്ല, യെദ്യൂരപ്പ ഒരു റിട്ടയർമെൻറ്റ് എത്താറായ പ്രായാധിക്യമുള്ള ഒരു മനുഷ്യനല്ലേ. അപ്പോൾ അടുത്ത നിര നേതാവ് എന്ന നിലയിൽ കുമാരസ്വാമിക്ക് BJPയിൽ വലിയൊരു ഭാവിയുണ്ട്. അയാൾ മുൻ മുഖ്യമന്ത്രിയാണ് സ്റ്റേറ്റിലെ. ഇപ്പോഴും ദേവഗൗഡയുടെ കുറേ അനുയായി വൃന്ദം. അതല്ല ഞാൻ ചോദിക്കുന്നത്, കുമാരസ്വാമി ഫാക്ഷൻ ലയിക്കാനാണോ സാധ്യത, അതോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനാണോ സാധ്യത? ലയിക്കുന്നതായിരിക്കും നല്ലത്. കാരണം BJPക്ക് ഒരു സഖ്യം ജനതാദളസ് എന്ന പേരിൽ അവിടെ ആവശ്യമില്ലാതെ വരും. കാരണം ഇത്രയും ടൈൻറ്റഡായ ഒരു പാർട്ടി ഇനി ആവശ്യമില്ല. അതേസമയത്ത് നേതാക്കളുടെ കാലിബർ വേണ്ടിയും വരും. അപ്പം അതുകൊണ്ട് ആ തരത്തിൽ മാത്രമല്ല, ലയിക്കുകയാണെങ്കിൽ കുമാരസ്വാമിക്ക് കേന്ദ്രത്തിൽ ചില രാഷ്ട്രീയ അഭ്യുദയങ്ങൾക്കും വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിപരമായ ഒരു ചുവടുവയ്പ്പായിരിക്കും കുമാരസ്വാമി എടുക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യമൊക്കെ ചർച്ചയും ആ വഴിക്ക് നടന്ന് കാണണം. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഈ സെക്സ് സ്കാൻഡലൊക്കെ ഇത്രയും വന്ന് പ്രചരിക്കുകയും അച്ഛനും മകനും കോടതിയിലെത്തുകയും ചെയ്യുന്ന, അതും കള്ളക്കടത്തും പെണ്ണ് കേസും എന്ന് പറഞ്ഞാലേ ലോകത്ത് അതിനേക്കാൾ നാറാണ്. ദേവഗൗഡയ്ക്കും പ്രായമായി, കുമാരസ്വാമിയുടെ ഭാവി നോക്കണം. അതെ അതെ അതെ. രേവണ്ണ ശാഖയുടെ ഭാവി ഇനി ഇല്ല, തീർന്നു. അപ്പോൾ അതുകൊണ്ടൊരു സ്വതന്ത്രമായ നിലനിൽപ്പിന് ശ്രമിക്കുകയായിരിക്കും കുമാരസ്വാമി ചെയ്യേണ്ടത്. കുമാരസ്വാമി മുന്നോട്ട് നോക്കി ഈ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ BJPക്ക് കോൺഗ്രസിനെ നേരിടാൻ കർണാടകത്തിൽ കരുത്തുറ്റ ഒരു നേതാവ് യെദ്യൂരപ്പയുടെ കാലം കഴിഞ്ഞാൽ അടുത്ത ഒരു നേർനിര വേണമല്ലോ. തീർച്ചയായിട്ടും തേജസ്വി സൂര്യയെ പോലെയുള്ള നേതാക്കൾ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് വളർന്നു വന്നിട്ടുണ്ട്. ഷെട്ടർ തിരിച്ചു വന്നു. ഈശ്വരപ്പ ഇപ്പോൾ വിമതനാണെങ്കിലും തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. എങ്കിലും ആനന്ദകുമാറിനെ പോലെയുള്ള പഴയ കരുത്തന്മാരൊക്കെ ഇല്ലാതായ കാലം. അപ്പോൾ അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ BJPക്ക് അത്യാവശ്യമാണ് ഇതുപോലുള്ള നേതാക്കൾ. അതുപോലെ ഒരു വലിയ സമുദായ നേതാവാണ്. അതെ അതെ അതെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും ആ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ കുമാരസ്വാമിയെ ഭാവിയിൽ ഒരു BJP നേതാവായിട്ട് നമുക്ക് കാണാം, ഒരുപക്ഷേ കേന്ദ്രത്തിലെ ഒരു മന്ത്രിയായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.